ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും 10ാമത്തെ ദിനത്തിലേക്ക് ദൈവം നമ്മളെ കൂട്ടിവരുത്തിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഹൃദ്യമായി പല നിലകളിൽ കർത്താവ് തൻ്റെ വചനത്തിലൂടെ നമ്മളോട് ഇടപെട്ടു. നമ്മൾ കേൾക്കുന്ന വചനങ്ങളൊന്നും നഷ്ടമാക്കി കളയാതെ ദൈവത്തിൽ ആശ്രയിച്ചും ദൈവത്തെ അനുസരിച്ചും നാം മുൻപോട്ട് പോകുമ്പോൾ ദൈവം വെച്ചിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും ദൈവം നമ്മുടെ മേൽ ചൊരിയപ്പെടും. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ട് മറുപടി ലഭിക്കുന്നില്ല. ഈ വചനത്തെ നമ്മൾ ശരിക്ക് ആഴമായി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. പല പ്രിയപ്പെട്ടവരും പറയുന്നു, അത്രമാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്തുകൊണ്ടാണ് എന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരാത്തത്? പല സന്ദർഭങ്ങളിൽ ഈ വചനത്തെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഹൃദ്യമായി സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവമക്കൾ ആഴമായി അറിഞ്ഞിരിക്കേണ്ട സത്യമായതുകൊണ്ടും അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ദൈവമക്കൾ പ്രാർത്ഥനയിൽ ശക്തരാകേണ്ടത് ആവശ്യമുള്ളതുകൊണ്ടും ദൈവം നമ്മളോട് ഇടപെടുകയാണ്. പലപ്പോഴും പലരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കപ്പെടുന്നില്ല. പ്രാർത്ഥിക്കുമ്പോൾ വാക്കുകളുടെ വ്യത്യാസങ്ങൾ കൊണ്ടാണോ? ഞാൻ ദൈവമക്കളോട് പറയാം, പ്രാർത്ഥനയിൽ വാക്കുകളുടെ വ്യത്യാസം കൊണ്ട് യാതൊരു തരത്തിലും മറുപടി ലഭിക്കാതിരിക്കുകയില്ല. വചനം എന്തു പറയുന്നു എന്ന് ദൈവമക്കൾ മനസ്സിലാക്കുക. പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ട് മറുപടി ലഭിക്കുന്നു? കാരണങ്ങളെ കണ്ടുപിടിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാകുമ്പോൾ അതിന്റെ മറുപടി നമുക്ക് ആഴമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്, ദൈവത്തിന്റെ വചനം കേൾക്കാൻ മനസ്സില്ലായ്മയാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്തത്. സദൃശ്യവാക്യങ്ങൾ 28:9 വാക്യം ഇങ്ങനെ പറയുന്നു, ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നു. वहाँ वचन इस तरह कहता है कि जो अपना कान व्यवस्था सुनने से मोड़ लेता है उसकी प्रार्थना घृणित ठहरती है. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ നാം കേൾക്കാൻ മനസ്സ് വെക്കണം. अगर प्रार्थना सुनी जानी है तो हम परमेश्वर की व्यवस्था में कान लगाना जरूरी है. പലരും ആഗ്രഹിക്കുന്നുണ്ട് എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വേണം. कई लोग चाहते हैं कि मुझे प्रार्थना का उत्तर चाहिए, പക്ഷേ വചനം കേൾക്കാൻ മനസ്സില്ല. पर वचन सुनने का मन नहीं, വചനത്തെ അനുസരിക്കാൻ മനസ്സില്ല, वचन का आज्ञा मानना नहीं, ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കാൻ മനസ്സില്ല. അങ്ങനെ നാം ദൈവത്തിന്റെ വചനത്തെ മനസ്സിലാക്കാതെയും ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കാതെയും നാം പ്രാർത്ഥിച്ചാൽ ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 15:7-8 വാക്യങ്ങൾ, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. यदि तुम मुझ में बने रहो और मेरा वचन तुम में बना रहे तो जो चाहे मांगो वह तुम्हें लिए हो जाएगा. അപ്പോൾ ദൈവത്തിന്റെ വചനം കേൾക്കാൻ മനസ്സില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. अगर वचन सुनने के लिए मन नहीं है तो हमारी प्रार्थना का उत्तर भी नहीं है. ദൈവത്തിന്റെ വചനത്തിൽ അനുസരിക്കാൻ നമുക്ക് മനസ്സില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. वचन मानने के लिए मन नहीं है तो उसका उत्तर भी प्रार्थना का नहीं मिलेगा. സദൃശ്യവാക്യങ്ങൾ 15:8 നമ്മൾ വായിക്കുന്നത്, और नीति वचन 15:8 में हम पढ़ते हैं, ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പ്, നേരുള്ളവരുടെ പ്രാർത്ഥനയോ അവന് പ്രസാദമാകുന്നു. सीधे मन वालों की प्रार्थनाओं से प्रभु प्रसन्न होता है, प्रभु का वचन कहता है. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നേരുണ്ടെങ്കിൽ अगर हमारे जीवन में सिधाई നമ്മുടെ है പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. तो हमारी प्रार्थनाओं का उत्तर है. നേര് നമുക്ക് വെളിപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ നാം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരാകണം. सिधाई हम में से प्रकट होना है तो प्रभु का वचन सुनना है और मानना भी है. അപ്പോൾ തന്നെ 1 യോഹന്നാന്റെ ലേഖനം 3:23-24 വാക്യം വായിക്കുമ്പോൾ, पहला യോഹന്നാൻ 3 के
अध्याय का 21वां वचन हम पढ़ते हैं तो അവിടെ നമ്മൾ വായിക്കുന്നവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് अवर उसकी व्यवस्थाओं को मानकर അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കൽ നിന്ന് ലഭിക്കും. अगर उसको प्रसन्न कर कर हम जिएंगे तो जो हम मांगते हैं खुदा हमें देगा. എന്താണ് അവന്റെ കൽപ്പന? क्या है उसकी व्यवस्था? അടുത്ത വാക്യം പറയുന്നു, അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുകയും വേണം എന്നുള്ളത് തന്നെ. परमेश्वर की आज्ञा है, उसकी आज्ञा यह है कि हम उसके पुत्र यीशु मसीह के नाम पर विश्वास करें और जैसा उसने हमें आज्ञा दी है उसी के अनुसार आपस में प्रेम रखें. ദൈവത്തിന്റെ വചനം അനുസരിച്ചുകൊണ്ട് കൽപ്പനകൾ സ്വീകരിച്ചുകൊണ്ട് परमेश्वर की बातों को मानकर उसकी आज्ञाओं पर विश्वास कर അന്യോന്യം സ്നേഹിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. आपस में प्रेम रखने वालों की प्रार्थनाओं का उत्तर मिलता है. ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നു, हाँ, मैं बहुत प्रार्थना പക്ഷേ करता हूं, നമ്മളിൽ യാതൊരു സ്നേഹവും ഇല്ലെങ്കിൽ पर हम में प्रेम नहीं है तो ദൈവം പറയുന്നു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. खुदा कहेगा तुम्हारी प्रार्थना का उत्तर नहीं है. ശബ്ദത്തിലല്ല കാര്യം, आवाज में भी बात नहीं, വാക്കുകളുടെ പെരുപ്പത്തിലല്ല കാര്യം, शब्दों के ज्यादा के बात नहीं, അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ आपकी नींव जो है वह किए बगैर എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. हमारे और आपके प्रार्थना का उत्तर അത് नहीं है. എത്ര വർഷം നമ്മൾ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ അല്ലെങ്കിൽ ബന്ധക്കോസ്തിന്റെ അനുഭവത്തിൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. हम मसीह जीवन में कब से है बोलने से कोई फायदा नहीं है. എത്രയോ കാലമായിട്ട് ഞാൻ വചനം പഠിക്കുന്നു, വായിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. इतने दिनों से, सालों से मैं वचन पढ़ता हूँ, मानता हूँ, बोलने से नहीं है. അന്യോന്യം സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ आपस में प्रेम नहीं रख पा रहे ഓർക്കുക ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥന ഈ തട്ടിന് മുകളിൽ പൊങ്ങത്തില്ല. तो समझ जाना आपकी प्रार्थना इस छत से ऊपर नहीं जाएगी. അകത്തൊരു സ്നേഹം വെളിപ്പെട്ടുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ अंदर प्रेम प्रकट कर कर जो है प्रार्थना करने वाले हैं ആ പ്രാർത്ഥനയ്ക്ക് സുനിശ്ചയമായും മറുപടി ദൈവം നൽകി तो തരും. उस प्रार्थना का उत्तर खुदा जरूर देगा. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം നമ്മളെ ആഴമായി പഠിപ്പിക്കുന്നത്, അന്യോന്യം സ്നേഹിക്കുക എന്നിട്ട് പ്രാർത്ഥിക്കുക. इसलिए प्रभु का वचन गहराई से हमें सिखाता है आपस में प्रेम रखे करके. അടുത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് दूसरा हम समझते हैं സങ്കീർത്തനങ്ങൾ 66:18 നമ്മൾ വായിക്കുമ്പോൾ, भजन संहिता 66 के 18 में हम पढ़ते हैं, ഞാൻ എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് എന്റെ പ്രാർത്ഥന കേൾക്കുകയില്ലായിരുന്നു. अगर मैं अपने हृदय में बुराई सोचता तो शायद प्रभु मेरी प्रार्थनाओं का उत्तर नहीं देता. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്തതിന്റെ കാരണം, ദൈവം കേൾക്കാത്തതിന്റെ കാരണം दूसरा, हमारी प्रार्थनाओं को खुदा क्यों नहीं सुनता? നമ്മുടെ ഹൃദയത്തിലെ അകൃത്യങ്ങളാ. तो हमारे हृदय में बुराई है. നമ്മുടെ ഹൃദയത്തിലെ അകൃത്യങ്ങളെ നമ്മളൊന്ന് മാറ്റാൻ തയ്യാറായാൽ अगर हमारे हृदय की बुराइयों को हम हटाने के लिए तैयार നമ്മുടെ हो, പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. हमारी प्रार्थनाओं का उत्तर നമ്മൾ मिलेगा. ചോദിക്കുന്നത് എന്തും ദൈവം നമുക്ക് നൽകി जो തരും. हम मांगेंगे खुदा हमें देगा, പക്ഷെ അത് വ്യവസ്ഥയോടെ തന്നെ ആയിരിക്കണമെന്നുള്ളതാണ്. पर व्यवस्था के अनुसार ही होना जरूरी है. നമുക്കറിയാം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59 അധ്യായം 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, यशायाह की 59 अध्याय के 1-2 वचन को हम पढ़ते हैं तो രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല, प्रभु हमें छुड़ाए बगैर नहीं रहेगा करके वचन कहता है. കേൾപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ കാത് മന്ദമായിട്ടില്ല. यहोवा का हाथ ऐसा छोटा नहीं हो गया, उद्धार ना कर നിങ്ങളുടെ सके. അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. पर आपके अधर्म के कामों के कारण परमेश्वर से अलग कर दिए गए हो. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. तुम्हारे पापों के कारण उसका मुंह तुमसे छिपा दिया गया है. ഓർക്കുക ദൈവമക്കളെ, ഹൃദയത്തിനകത്ത് അകൃത്യം കരുതിക്കൊണ്ട്, अगर हृदय में बुराई रखकर, അകത്ത് പാപങ്ങളും അകത്ത് പശ്ചാത്താപമില്ലാത്ത ഒരു ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ പോകുന്നതെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല, അവന്റെ മുഖം നമ്മളിൽ നിന്ന് മറയ്ക്കും. अगर हम पश्चाताप किए बगैर, पापों को माने बगैर अगर रहेगा तो प्रभु हमारी प्रार्थनाओं को अनसुना करेगा. അതുകൊണ്ട് ദൈവമക്കൾ മറന്നു പോകരുത്, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒന്നും കൂടെ ഒന്ന് ചിന്തിക്കണം, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കപ്പെടുമോ? क्या आप एक बार उपवास प्रार्थना फिर से सोचना है कि क्या मेरी प्रार्थनाओं का उत्तर मिलेगा? എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം തരുമോ? क्या खुदा मेरी प्रार्थना का उत्तर देगा? ഈ ദിവസം ദൈവമക്കൾ ചിന്തിച്ച് മനസ്സിലാക്കണം. इन दिनों आप
आपको सोचकर समझना है। നമ്മൾ ഭോഷന്മാരായി തീരരുത്. हम मूर्ख ना बने। പ്രാർത്ഥിച്ച് കാലങ്ങൾ തള്ളി നീക്കിയിട്ടും മറുപടി ഇല്ലാത്ത അവസ്ഥയിലൂടെ നാം പോകരുത്. എന്തുകൊണ്ട് മറുപടി കിട്ടുന്നില്ല? प्रार्थना करते करते समय निकल गया, क्यों हमारी प्रार्थनाओं का उत्तर नहीं मिल पा रहा? ഇന്ന് ഞാനും നിങ്ങളും അന്വേഷിച്ച് കണ്ടെത്തുകയാണ്. आप और हम आज खोज कर निकालना है। വചനത്തെ ആഴമായി മനസ്സിലാക്കുക. हृदय की वचन को गहराई से അകൃത്യം समझना। അകത്ത് കരുതിക്കൊണ്ട്, ഹൃദയത്തിൽ അകൃത്യം കരുതിക്കൊണ്ട് ഒരു കാരണവശാലും ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മറുപടിയില്ലാത്തതാണ്. अधर्म हमारे हृदय में रखकर हम प्रार्थना करें तो हमारी प्रार्थना का उत्तर नहीं നമ്മൾ मिलेगा। കരയുന്നുണ്ടാകാം, हो सकता हम रो रहे हो, നമ്മൾ അന്യഭാഷ हो പറയുന്നുണ്ടാകാം, सकता हम अन्य भाषा बोल रहे हो, ആത്മാവിൽ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം. हमें बहुत कार्य करते हो പക്ഷേ गया। അകൃത്യം അകത്ത് കരുതുന്ന ഒരു ദൈവ പൈതലിന് ഒരിക്കലും അവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. अधर्म आपके हृदय में है तो प्रार्थना प्रभु नहीं सुनेगा, അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. उसकी प्रार्थना का उत्तर नहीं मिलेगा। യോഹന്നാൻ 9:31 പറയുന്നത്, ജോൺ 9:31 ഇങ്ങനെ പറയുന്നത്, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന് അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. परमेश्वर हमारी प्रार्थनाओं को सुनता है करके वचन कहता है। എന്റെ ദൈവമക്കളെ ഓർക്കുക, ദൈവത്തിന്റെ വചനം അനുസരിക്കാത്ത, അംഗീകരിക്കാത്ത, വചനത്തിൽ നിൽക്കാത്ത ഒരുത്തന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. परमेश्वर की वचन के अनुसार नहीं चलने वाले या अंगीकार नहीं करने वाले की प्रार्थना को खुदा नहीं सुनता है। പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. परमेश्वर पापियों की प्रार्थना नहीं सुनता। പാപം വിട്ടിട്ട് നീ ദൈവസന്നിധി വന്നാൽ, पाप छोड़कर खुदा के सानिध्य में आप आते हैं, തെറ്റേറ്റു പറഞ്ഞ് ദൈവസന്നിധി വന്നാൽ, अपनी गलती को मानकर खुदा के सानिध्य में आते हैं। അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, इसलिए भजनकार कहता है, ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, अपने पापों को छिपाए रखने वालों के लिए शुभ ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുകയാണ്. वो मान लेते तो उस पर करुणा की ആ जाएगी। കരുണ അവന് ലഭിക്കപ്പെടുമ്പോൾ वो करुणा जब उसे मिलता है അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയാ. तब उसकी प्रार्थना का उत्तर ഇന്ന് मिलता പകൽ है। ദൈവമക്കൾ മറക്കരുത്, इसलिए आप ना भूलें, ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ അനുസരിക്കാതെ ഒരു കാരണവശാലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. परमेश्वर के वचन माने बगैर कभी हमारी प्रार्थना का उत्तर हमें नहीं मिलेगा। യാക്കോബിന്റെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ याकूब की पत्री जब हम पढ़ते 4 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ 4 का 1 से 3 तक पढ़ते हैं, അവിടെ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഇടയിൽ കലഹവും തർക്കവും എവിടെ നിന്ന് വന്നു? तुम्हारे बीच में लड़ाई और झगड़े कहाँ से आ गए? അത് നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗ താല്പര്യങ്ങളിൽ നിന്നല്ലയോ? क्या तुम्हारे सुख विलासों से नहीं जो अंगों से लड़ते നിങ്ങൾ हैं? ആഗ്രഹിച്ചിട്ട് പ്രാപിക്കുന്നില്ല, तुम लालसा करते हो पर नहीं मिलता, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ട് ഒന്നും നേടുന്നില്ല, इसलिए तुम हत्या करते हो, ढा करते हो और कुछ प्राप्त नहीं कर पाते। നിങ്ങൾ കലഹിക്കുകയും तुम्हें ഷണ്ടയിടുകയും ചെയ്തിട്ട് तुम झगड़ते और लड़ते हो, യാചിക്കാത്തത് കൊണ്ട് പ്രാപിക്കുന്നില്ല. इसलिए नहीं मिलता कि मांगते नहीं। നിങ്ങൾ യാചിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഭോഗ താല്പര്യങ്ങൾക്കായി ചെലവിടേണ്ടതിന് തെറ്റായി യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. वचन कहता है कि तुम मांगते हो और पाते नहीं, इसलिए कि बुरी इच्छा से मांगते हो ताकि अपने भोग विलास में उड़ा दो। ഇവിടെ ദൈവമക്കൾ ശരിക്കും മനസ്സിലാക്കണം, आप इन बातों को सही से समझें। പാപം ചെയ്യുന്നതിലൂടെ നമ്മുടെ പ്രാർത്ഥന തടയുക. हमारी पाप में जीवन के वजह से प्रार्थना में रुकावट होती है। നമ്മുടെ ചിന്തകൾ മറ്റ് തലങ്ങളിലേക്ക് സഞ്ചരിച്ചാൽ, हमारी सोच अगर दूसरी बातों में जाए, ദൈവഹിതമില്ലാത്ത പ്രവർത്തികളോ പ്രവർത്തനങ്ങളോ ചിന്തകളോ നമ്മുടെ ഹൃദയത്തിനകത്ത് വെളിപ്പെട്ടാൽ, अगर प्रभु से विपरीत हमारी बातें हमारे हृदय में आती है, ഒരു കാരണവശാലും നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. तो प्रभु हमारी प्रार्थनाओं को नहीं सुनेगा। ദൈവത്തോട് നമുക്ക് പറയാമെന്നുള്ളതേ ഉള്ളൂ, हो सकता है हम प्रभु से सिर्फ बोल ദൈവമേ ഞാൻ सकें, ഇത്ര വർഷമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നവനാ, इतना सालों से प्रभु मैं आपके सानिध्य बैठा हूँ, ഞാൻ എത്ര നാളായെന്നറിയാവോ ദൈവസഭയ്ക്കകത്ത് വരുന്നു, इतना सालों से मैं सभा कलीसिया ഇത്ര में आता നാളായിട്ട് ഞാൻ പ്രാർത്ഥന കൂട്ടായ്മയിലുണ്ട്. हूँ, कितने दिनों से प्रार्थना झुंड में हूँ। ഇതൊന്നുമല്ല പ്രാർത്ഥനയ്ക്കുള്ള മറുപടിക്ക് കാരണങ്ങൾ. ये नहीं है प्रार्थना का उत्तर मिलने का നിന്റെ कारण। പാപത്തെ ഏറ്റുപറയാൻ തയ്യാറാകണം. आप अपने पापों को मानने के लिए നിന്റെ तैयार हो। നാവിലൂടെ മറ്റുള്ളവർക്ക് നൊമ്പരം വരുന്ന നിലവാരത്തിൽ പറഞ്ഞുകൂട്ടിയ പാപത്തിന്റെ പ്രവർത്തികൾ അകത്തു വെച്ചുകൊണ്ട് ഒരിക്കലും നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടത്തില്ല. आपने अपने जुबान से दूसरों को दुख पहुंचाया तो उससे भी प्रभु प्रार्थना का उत्तर नहीं देगा। ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കാൻ തയ്യാറായാൽ, मानकर उसको छोड़ने के लिए आप तैयार है? ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കാൻ തയ്യാറായാൽ മാത്രമേ മറുപടിയുള്ളൂ. मानकर छोड़ने के लिए तैयार हो तो ही आपको उत्तर मिलेगा। അകൃത്യം കരുതിയിരുന്നെങ്കിൽ എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. अधर्म मेरे हृदय में हो तो प्रभु मेरी प्रार्थना नहीं सुनेगा। ദൈവമക്കൾ മറന്നു പോകരുത്, ദൈവസന്നിധിയിൽ നമ്മൾ കൊടുക്കുന്ന
വിലക്കനുസരിച്ച് ദൈവപ്രവൃത്തി കാണാൻ പറ്റും. प्रभु के सामने हम कीमत चुकाते हैं, उसके अनुसार ही प्रार्थना का उत्तर मिलता है. അത് ശബ്ദത്തിലല്ല കാര്യം. वो शब्द में नहीं है बात. ശബ്ദം വേണ്ടെന്നൊന്നുമല്ല. इसका मतलब ये नहीं कि ശബ്ദം आवाज ഉയർത്തി नहीं തന്നെ चाहिए. പ്രാർത്ഥിക്കണം നമ്മൾ. शब्द उठाकर ही प्रार्थना പക്ഷേ करना है. ശബ്ദത്തിലല്ല കാര്യമെന്ന് മനസ്സിലാക്കണം. आपको समझना है, आवाज में नहीं है कोई बात. തകർന്ന ഹൃദയം ഉണ്ടെങ്കിൽ, टूटा हृदय है आपके पास, പാപമില്ലാത്തൊരു മനസ്സുണ്ടെങ്കിൽ, पाप नहीं है ऐसा एक मन है कि आपके അകൃത്യം पास, ചിന്തിക്കാത്ത ഒരു ഹൃദയവും മനസ്സുമുണ്ടെങ്കിൽ अधर्म ना सोचने वाला एक हृदय है तो രക്ഷിപ്പാൻ ദൈവം ഇറങ്ങി വരും. छुड़ाने के लिए खुदा उतर आएगा. വിടുവിക്കാൻ ദൈവം ഇറങ്ങി വരും. छुड़ाने के लिए खुदा उतर आएगा. ദൈവത്തിന്റെ മറുപടി നമ്മൾ കാണും. प्रभु का उत्तर हमें मिल ഈ जाएगा. ഉപവാസ പ്രാർത്ഥന ഓരോ കുടുംബങ്ങൾക്കും വിടുതലായി ये തീരും. उपवास प्रार्थना एक एक परिवार के लिए छुटकारा बन അകൃത്യം जाएगा. കരുതിയിട്ടും അകത്ത് പാപത്തിന്റെ പ്രവർത്തികൾ കരുതിയിട്ടുമാണ് ചിന്തിച്ചുകൊണ്ടാണ് നീ ഈ ആലയത്തിൽ കടന്നു വരുന്നതെങ്കിൽ, ഈ വചനം കേൾക്കുന്നതെങ്കിൽ, ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും മറുപടി ഇല്ല. आप अपने हृदय में अधर्म और पाप की प्रवृत्ति रखकर यहाँ आते तो आपकी प्रार्थनाओं का उत्तर नहीं मिलेगा. അതുകൊണ്ട് ദൈവമക്കൾ ഓർക്കുക, ദൈവസന്നിധിയിൽ ഞാൻ കടന്നു വരുന്നത് इसलिए आपको सोचना है, जब मैं प्रभु की सानिध्य में ദൈവം आऊं, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരണം എന്നുള്ള ആഗ്രഹത്തിലാണ്. प्रभु मेरी प्रार्थना का उत्तर देना ऐसे लालसा से आते हो. എന്തുകൊണ്ട് കിട്ടുന്നില്ല? क्यों नहीं मिल पाता आपको? എന്തുകൊണ്ട് ദൈവം കേൾക്കുന്നില്ല? क्यों नहीं सुनता वो हमें? ചിന്തിച്ചിരിക്കണം, सोचना है, ഇരുന്ന് ചിന്തിക്കണം, बैठ कर सोचना है, മനസ്സിലാക്കിക്കോണം, समझ कर, വചനത്തിലൂടെ കണ്ടുപിടിക്കണം, वचन से खोज कर, തെറ്റുകൾക്ക് ബോധ്യം വരണം, समझ आपको गलतियों की सुबोध होना है, പാപങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ക്ഷമാപണം ലഭിക്കപ്പെടണം. पाप के लिए प्रभु से क्षमा प्राप्त करके, മനുഷ്യനോടാണെങ്കിൽ മനുഷ്യനോട് പറഞ്ഞു തീർക്കണം. मनुष्य से तो मनुष्य से बोलकर खत्म करें. അതാരോടാണോ പറഞ്ഞു തീർത്താലേ മറുപടിയുള്ളൂ. किससे बोला गया उससे बोलकर खत्म करना. ഇല്ലെങ്കിൽ बात. ചില അവകാശങ്ങൾ നിന്നെ പിന്തുടരും. नहीं तो कुछ अधिकार आपके पीछे पड़े रहेंगे. പറഞ്ഞുപോയ പദങ്ങളാകട്ടെ, बोले वे शब्द क्यों ना ചെയ്തു हो, കൂട്ടിയ പാപത്തിന്റെ പ്രവൃത്തികളാകട്ടെ, ये वे पाप क्यों ना हो, ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടാതെ प्रभु के सामने समर्पित किए बगैर, മനുഷ്യനോട് പറയേണ്ടത് മനുഷ്യനോട് പറഞ്ഞ്, मनुष्य से बोलने वाले मनुष्य से बोलकर, ദൈവത്തോട് പറയേണ്ടത് ദൈവത്തോട് പറഞ്ഞ്, प्रभु से बोलने वाला प्रभु से അതിന് बोलकर, പരിഹാരം തേടാതെ उसका उत्तर खोजे बगैर ദൈവത്തിൽ നിന്നും മറുപടിയില്ല. परमेश्वर से एक उत्तर नहीं मिलता. ഹല്ലേലൂയ. അതാരായാലും മറുപടിയില്ല. वो कोई क्यों ना उसका निवारण അത് उत्तर नहीं. ഉപവസിക്കുന്നവനാകട്ടെ, ഉപവസിക്കാത്തവനാകട്ടെ, പാസ്റ്റർ ആകട്ടെ, വിശ്വാസിയാകട്ടെ, ഏത് വ്യക്തിയായാലും उपवास करने वाले हो नहीं करने वाले हो, पास्टर क्यों नहीं हो, विश्वासी क्यों ना, कोई क्यों ना हो, ഏറ്റു പറഞ്ഞു ഉപേക്ഷിച്ച് കരുണ ലഭിക്കണം. പ്രാർത്ഥനയെ മറുപടിയാണ്. मानकर छोड़कर परमेश्वर से दया प्राप्त പറയണം, करना. ദൈവമേ പറഞ്ഞുപോയി, हाँ प्रभु मैंने बोल दिया, ദൈവമേ ചെയ്തു പോയി, हाँ प्रभु मैंने कर दिया, എന്നോട് പാപത്തെ ക്ഷമിക്കണം, मेरे पापों को क्षमा कर എന്റെ दे, തെറ്റുകളെ ഓർമ്മ വെക്കല്ലേ, मेरे पापों को याद न അതിൽ करना, നിന്ന് എനിക്കൊരു പാപമോചനം ലഭിക്കപ്പെടണം. मुझे एक पाप की क्षमा चाहिए. ഏറ്റു പറഞ്ഞ ദൈവസന്നിധി കടന്നു വന്നാൽ, ये मानकर खुदा के सानिध्य में आए, ഏറ്റു പറഞ്ഞ ദൈവവചനത്തിൽ നിലനിന്നാൽ, मानकर वचन कर बने रहेंगे तो നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി वो ഉറപ്പാ. आपकी प्रार्थना का उत्तर जरूर ആ है. പ്രാർത്ഥന എവിടെയും वो തടയപ്പെടത്തില്ല. प्रार्थना कहीं रुकेगी नहीं. ആർക്കും നിന്റെ പ്രാർത്ഥനയെ ബന്ധിക്കാൻ പറ്റുകയില്ല. कोई आपकी प्रार्थनाओं में बंधन नहीं डाल सकता. ആർക്കും നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയെ തകർത്ത് കളയാൻ ദൈവം സമ്മതിക്കത്തില്ല. और आपके ऊपर ये योजनाएं कोई नष्ट नहीं करेगा. प्रभु ऐसा नहीं चाहता. അവൻ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. इसलिए आपको क्या करना है? प्रभु के सामने अपने पापों को मानकर छोड़ देना है. അകൃത്യം അകത്തുണ്ടെങ്കിൽ അതിനെ വിട്ടുകളഞ്ഞ് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. अधर्म अंदर है तो उसे छोड़कर खुदा के सानिध्य में बैठकर दुआ करना. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മറുപടി ഉറപ്പായും കിട്ടും. ऐसे प्रार्थना करेंगे तो छुटकारा जरूर है. അടുത്ത കാര്യം എന്ന് പറയുന്നത്, दूसरी बात बोले तो യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 6, 7, 8 വാക്യങ്ങൾ പഠിക്കുമ്പോൾ, याकूब का ये पहला अध्याय का 6-7 वचन पढ़ते थे. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽ തിരക്ക് തുല്യനാകുന്നു. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കിൽ നിന്ന് വല്ലതും ലഭിക്കും എന്ന് ചിന്തിക്കരുത്. അടുത്തത്, ഇരു മനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിൽ ഒക്കെയും अस्थिरनागुनु। पर विश्वास से मांगो और कुछ संदेह ना करो, क्योंकि संदेह करने वाला समुद्र की लहर के समान है जो हवा से बहती और उछलती है। ऐसा मनुष्य यह ना समझे कि मुझे प्रभु से कुछ मिलेगा। वह व्यक्ति दो चिता है और वह अपनी सारी बातों में चंचल है। നോക്കുക, സംശയത്തോടെ അവിശ്വാസത്തോടെ ദൈവത്തിനടുക്കലേക്ക് സമീപിക്കരുത് പ്രാർത്ഥനകളുമായി. संदेह के साथ, अविश्वास के साथ प्रार्थना लेकर खुदा के पास ना आए.
അവിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. अविश्वास के साथ प्रार्थना करते तो उत्तर नहीं मिलेगा. ഇവിടെ യാക്കോബ് പറയുന്നു വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. इसलिए याकूब यहाँ कहता है विश्वास से मांगे. വിശ്വാസമില്ലാതെ സംശയത്തോടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ अगर विश्वास किए बगैर संदेह से आप मांगते हो അവൻ കാറ്റടിച്ചലയുന്ന കടൽത്തിരക്ക് തുല്യനാകുന്നു. वे समुद्र की लहरों के समान है कहता है. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് ചിന്തിക്കരുത്. तो ऐसा व्यक्ति कभी ना समझे कि प्रभु से उसे कुछ मिले. ദൈവത്തെ സംശയിക്കുന്നവൻ അവിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യരുത്? മറുപടി കിട്ടുമെന്ന് ചിന്തിക്കരുത്. जो प्रभु पे संदेह करता है विश्वास करता है वो प्रभु से कभी ना सोचे कुछ मिलेगा करके. കാരണം മറുപടി കിട്ടത്തില്ല. क्योंकि उत्तर नहीं मिलेगा उसे. ഇരു മനസ്സാണത്. दो चिता है वो. വിശ്വസിക്കണോ विश्वास करना है क्या? വിശ്വസിക്കാതിരിക്കണോ? विश्वास नहीं करना है क्या? ചിലർക്ക് അങ്ങനെ നമുക്ക് ദൈവം തരുമെന്നുള്ള ഒരു വിശ്വാസമൊന്നും ചിലപ്പോൾ നമുക്ക് കിട്ടത്തില്ല. कई लोग ऐसे हैं कि प्रभु हमें देगा करके ऐसा एक विश्वास नहीं होता. ഞാൻ എത്ര ഉപവസിക്കുന്നു പ്രാർത്ഥിക്കുന്നു മറുപടി ഒന്നും എനിക്കില്ല. इतना मैं उपवास करता हूँ प्रार्थना करता हूँ उत्तर नहीं है. തിരിഞ്ഞ് ചിന്തിക്കണം. वापस आपको सोचना है എന്തുകൊണ്ടാണ് എനിക്ക് മറുപടി കിട്ടാത്തത്? क्यों मुझे उत्तर नहीं मिल रहा? എന്റെ അകത്ത് അവിശ്വാസം ഉണ്ടോ? क्या मेरे अंदर अविश्वास है? വിശ്വാസം വേണ്ടേ? विश्वास चाहिए ना. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാലല്ലേ മറുപടി കിട്ടത്തുള്ളൂ. विश्वास से प्रार्थना करने से तो उत्तर मिलेगा. ഈ ഉപവാസ പ്രാർത്ഥനയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ये उपवास प्रार्थना में विश्वास से प्रार्थना ആ करें. വിശ്വാസത്തിന് തടസ്സമായിട്ടുള്ളതെല്ലാം അകത്തുനിന്ന് മാറ്റിക്കളയണം. और विश्वास से रुकावट जो है उसे आपको हटा देना है. ഞാൻ പറയാം അകൃത്യവും പാപവും ഒക്കെ നമ്മളിൽ നിന്ന് കളഞ്ഞാൽ अधर्म और पाप हमारे जीवन से हटा देंगे. ദൈവത്തിലുള്ള വിശ്വാസം നമുക്ക് വർദ്ധിച്ചു വരും. परमेश्वर में विश्वास हमें बढ़ता रहेगा. ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നിടത്താ ദൈവത്തിന്റെ വിടുതൽ കിടക്കുന്നത്. जहाँ परमेश्वर में विश्वास बढ़ता है तब परमेश्वर से छुटकारे मिलते हैं. അതുകൊണ്ട് ദൈവമക്കളോർത്തോണം ദൈവത്തെ സംശയിക്കല്ലേ. इसलिए मैं कहता हूँ प्रभु पे संदेह ना करे. ദൈവം എനിക്ക് തരുന്നില്ലല്ലോ മറുപടി. प्रभु मुझे उत्तर की नहीं दे रहा है. എനിക്ക് കിട്ടത്തില്ലായിരിക്കും. शायद मुझे नहीं मिलेगा. എന്റെ ദൈവം കാണുന്നില്ലായിരിക്കും. शायद प्रभु मुझे नहीं देख रहा. എന്റെ വിഷയത്തെ ദൈവം മനസ്സിലാക്കുന്നില്ല. शायद प्रभु मेरे विषय को नहीं समझ रहा. ഇതൊന്നും നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ പറയേണ്ട ആവശ്യമില്ല. ये सब खुदा से बोले नहीं. ഞാൻ നിങ്ങൾ വിശ്വാസത്തോടൊന്ന് സ്റ്റെപ്പ് വെക്കണം. आप और हम विश्वास से कदम बढ़ाए. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗ്ഗം മറുപടി തരും. तो हमारी प्रार्थना का उत्तर स्वर्ग में से मिलेगा. മത്തായി സുവിശേഷത്തിൽ ഒരു വലിയ സംഭവത്തെ യേശു കർത്താവിന്റെ മുൻപിൽ കടന്നു വരുന്നു. मत्ती के सुसमाचार में प्रभु से रिलेटेड एक बात आता ഒരു है. ചന്ദ്രരോഗം പിടിച്ച ഒരു തലമുറയെ തന്റെ പിതാവ് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുന്നു. एक व्यक्ति बीमार था उसको लेकर आते हैं. യേശുവിനോട് അവൻ പറയുകയാണ് उससे कहते हैं यीशु से നിന്റെ ശിഷ്യന്മാർക്ക് ഇവനെ സൗഖ്യമാക്കാൻ സാധിച്ചില്ല. तेरे शिष्य जो है इसे चंगा नहीं कर पाए. നിന്റെ ശിഷ്യന്മാർക്ക് സാധിച്ചിട്ടില്ല. आपके शिष्य नहीं कर पाए. പക്ഷേ ദൈവമേ നിനക്ക് എന്റെ കുഞ്ഞിനെ സൗഖ്യമാക്കാൻ കഴിയുമോ? पर क्या यीशु आप मेरे बच्चे को ठीक कर सकते हैं? കർത്താവ് അവനോട് തിരിച്ചു ചോദിക്കുന്നു परमेश्वर से पूछता है എനിക്ക് സൗഖ്യമാക്കാൻ കഴിയുമോ എന്നോ? क्या तुम उसे पूछ रहे हैं मैं ठीक कर सकता हूं क्या? ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ലെന്ന്. परमेश्वर से असंभव कुछ नहीं. എന്നിട്ട് യേശു കർത്താവ് അവനെ സൗഖ്യമാക്കി फिर यीशु मसीह उसे चंगा करता है. വിടുതൽ കൊടുത്തവനെ പറഞ്ഞു വിട്ടു. छुटकारा देकर उसे भेजता है. ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ കടന്നു വന്നു. शिष्य लोग यीशु के पास आए. രഹസ്യമായിട്ട് യേശുവിനോട് ചോദിക്കുന്നു गुप्त रूप से सवाल करते യേശുവേ എന്തുകൊണ്ട് ഞങ്ങൾക്ക് സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല? यीशु से पूछते क्यों हम उन्हें चंगा नहीं कर पाए. यीशु, നല്ല ചോദ്യമാ. अच्छा एक सवाल था. നമ്മളും പലപ്പോഴും നമ്മളും ദൈവത്തോട് ചോദിക്കേണ്ട ചോദ്യമാണ്. कई बार ये सवाल हमें भी करना है. ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് മറുപടിയില്ല? मैं प्रार्थना करता हूँ क्यों उत्तर नहीं है. ഇത്രയും കരഞ്ഞിട്ട് എന്തുകൊണ്ട് എനിക്ക് മറുപടിയില്ല? रोकर भी उत्तर क्यों नहीं है. ഇന്ന് പകൽ കർത്താവ് പറഞ്ഞ എന്താണെന്നറിയാമോ? तो यीशु मसीह क्या कहता യേശു है. കർത്താവ് പറഞ്ഞത് यीशु मसीह മത്തായി बोला സുവിശേഷം 17 അധ്യായം 20-21 വാക്യങ്ങൾ. 17वां अध्याय का 20 और 21वां वचन. അവൻ അവരോട് फिर उससे നിങ്ങളുടെ അല്പവിശ്വാസ നിമിത്തമത്രേ. तुम्हारे अविश्वास की घटी के कारण. നിങ്ങളുടെ അല്പവിശ്വാസമാണ്. तुम्हारे विश्वास की घटी के നിങ്ങൾക്കിടെ कारण. വിശ്വാസമില്ലായ്മയാ. तुम्हारे अंदर विश्वास नहीं है. നിങ്ങൾ പറഞ്ഞ പദങ്ങളൊക്കെ കറക്റ്റ് ആണ്. तुम्हारे बोले हुए शब्द ठीक है. നിങ്ങൾ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. तुमने सामर्थ्यशाली बोला. നിങ്ങൾ പറഞ്ഞ പദങ്ങളും യേശുവിന്റെ നാമമൊക്കെ നിങ്ങൾ ഉപയോഗിച്ചു. तुमने बोला यीशु का नाम सब उपयोग किया ठीक है. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. पर एक खराबी बात है. നിങ്ങൾ വിശ്വാസത്തോടല്ല നിങ്ങൾ പ്രാർത്ഥിച്ചത്. पर तुमने विश्वास से प्रार्थना नहीं നിങ്ങളുടെ किया. അകത്ത് അവിശ്വാസമുണ്ടായി. तुम्हारे अंदर अविश्वास था. ഞങ്ങൾ പ്രാർത്ഥിച്ച വിടുതൽ നടക്കുമോ? क्या हम प्रार्थना करेंगे ഈ छुटकारा होगा? പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾക്ക് മറുപടി കിട്ടുമോ? क्या ये प्रार्थना का उत्तर मिलेगा? പക്ഷേ ഇന്ന് പകൽ ഞാൻ ദൈവമക്കളോട് പറയാം पर मैं आपसे कहता हूँ आज നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ तुम्हारे प्रार्थना का उत्तर देने എന്താ നമ്മളിൽ വെളിപ്പെടേണ്ടത്? क्या हम में से प्रकट ഒരു होना വലിയ है. വിശ്വാസം നമ്മുടെ അകത്ത് വെളിപ്പെടണം. हमारे अंदर एक बड़ा
बड़ा विश्वास होना है। വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. विश्वास से प्रार्थना करना है। തലമുറയെ നോക്കി, കുടുംബത്തെ നോക്കി, ദേശത്തെ നോക്കി बच्चे को देखे, परिवार को देखे, देश को ഇനി देखे, എന്നും സംഭവിക്കത്തില്ലെന്ന് പറയാതെ ये कभी नहीं होगा ऐसा ना बोले। വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. विश्वास से प्रार्थना करे। അടുത്ത 21-ാമത്തെ വാക്യം കർത്താവ് പറയുന്നു, 21वां वचन क्या कहता है? നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ अगर तुम राई के दाने के समान विश्वास, നിങ്ങൾക്കൊന്നും അസാധ്യമാകയില്ല. कोई बात तुम्हारे लिए असंभव ना हो। അതാർക്കാ അസാധ്യമാകാത്തത്? कौन किसके लिए असंभव बात है? വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക്. विश्वास करने वालों के लिए ഈ ഉപവാസ പ്രാർത്ഥനയുടെ 10ാമത്തെ ദിനം ये उपवास प्रार्थना के 10वें ദൈവം നമ്മളോട് പറയുന്നത്, प्रभु हमसे कहता है, വിശ്വാസത്തോടെ നീ പ്രഖ്യാപിക്കുമ്പോൾ, विश्वास से आप घोषणा करते हैं, വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കുമ്പോൾ विश्वास से प्रार्थना करते हैं, तो അതിനുത്തരം തരുന്നവൻ നമ്മോട് കൂടെയുണ്ട്. उसका उत्तर देने वाला हमारे साथ है। വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് ഒന്നും അസാധ്യമായിട്ടില്ല. विश्वास से प्रार्थना करने वालों के लिए कोई बातें असंभव नहीं है। അത് കഴിഞ്ഞ് യേശു കർത്താവ് വീണ്ടും പറയുന്നു, फिर यीशु मसीह फिर कहता है, മത്തായി സുവിശേഷം 21, 21, 22 വാക്യങ്ങളിൽ, मत्ती 21 का 21वां वचन, അതിന് യേശു നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ, यीशु ने उनको उत्तर दिया, मैं तुमसे सच कहता हूँ, यदि तुम विश्वास रखो ഈ അത്തിയോട് ചെയ്തത് നിങ്ങൾ ചെയ്യും. और विश्वास रखो, संदेह ना करो, तो केवल यह करोगे कि യേശു കർത്താവ് അത്തിയെ നോക്കി ശപിച്ച സംഭവമാ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. हम देखते हैं, अंजीर के पेड़ को श्राप दिया हुआ एक बात। യേശു കർത്താവ് അത്തിയെ ശപിച്ചപ്പോൾ जब यीशु मसीह ने अंजीर के पेड़ को श्राप दिया, തിരിച്ചു വരുമ്പോൾ അവർ കണ്ട കാഴ്ച അവരുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ जब കഴിയുന്നതിനപ്പുറത്തായിരുന്നു. वे लौट के आए तो वे देखने वाली बात एक अलग बात थी। അതുകൊണ്ട് തന്നെ അവർ യേശുവിനോട് പറയുന്നു, तो यीशु इस तरह कहते हैं, യേശുവേ നീ ശപിച്ച അത്തി വേരോടെ ഉണങ്ങിപ്പോയിരിക്കുന്നു. उन्होंने कहा, यीशु आपने श्राप दिया, वो पूरा सूख चुका है। ആ സംഭവത്തെ നോക്കിയാണ് യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത്, उस संभव को देखकर यीशु मसीह शिष्यों से कहता നിങ്ങൾ है, സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ अगर तुम संदेह किए बगैर विश्वास करोगे, ഞാൻ ഈ അത്തിയോട് ചെയ്തതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. और जैसे मैंने अंजीर के पेड़ के साथ किया वैसे तुम भी कर सकते हो। നിങ്ങൾക്കൊന്നും അസാധ്യമാകയില്ല. हमारे से कोई बातें असंभव नहीं। മാത്രമല്ല മർക്കോസ് 11:24 പറയുന്നത്, मरकोस 11 का 24 इस तरह कहता അതുകൊണ്ട് है, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. इसलिए जब तुम प्रार्थना करते हो तो तुम्हें मिल गया है, प्रतीति करके प्रार्थना करना, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും. तब ये सारी बातें तुम्हारे लिए हो जाएंगी। യേശു കർത്താവ് പറയുക, यीशु मसीह इस तरह നിങ്ങൾ कहता है, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ तुम प्रार्थना करे बैठो, ഈ വിഷയത്തിന് എനിക്കൊരു മറുപടി കിട്ടിയെന്ന് നിങ്ങൾ വിശ്വസിക്കണം. मुझे ये प्रार्थना का उत्तर मिल गया है, विश्वास करके बैठना। ദൈവമക്കൾ ഈ വചനം കേൾക്കുമ്പോൾ ये वचन जब आप सुनते हैं, നിങ്ങൾ അകത്ത് ചിന്തിക്കണം, आप ये सोचना अंदर, പ്രാർത്ഥിക്കാൻ നിങ്ങൾ ഇരിക്കുകയാണ്, प्रार्थना करने बैठे हैं, വിശ്വാസത്തോടെ നിങ്ങൾ പ്രഖ്യാപിക്കണം, विश्वास के साथ आप घोषणा करना, എനിക്ക് ആ വിഷയം ലഭിച്ചിരിക്കുകയാണ്, ये विषय मुझे प्राप्त हो चुका है, എനിക്ക് ഈ വിഷയത്തിൽ മറുപടി കിട്ടിയിരിക്കുന്നു, इसका उत्तर मुझे मिल चुका है, ഈ വിഷയത്തിൽ ദൈവം എനിക്ക് വേണ്ടി इस പ്രവർത്തിച്ചിരിക്കുകയാണ്, विषय के लिए खुदा कार्य कर चुका है, എന്റെ തലമുറയെ കർത്താവ് मेरे തൊട്ടിരിക്കുകയാണ്, बच्चे को खुदा छू लिया है, എന്റെ കുടുംബത്തിനകത്ത് സൗഖ്യം വന്നിരിക്കുന്നു, मेरे परिवार में चंगाई आ गई है, എന്റെ കുഞ്ഞിന് വേണ്ടി ഭാവി തുറന്നിരിക്കുന്നു. मेरे बच्चे का भविष्य खुल गया। വിശ്വാസത്തോടെ നിങ്ങൾ ഇരുന്നാൽ ആ വിഷയത്തിന് മറുപടി अगर ലഭിക്കുകയാണ്. विश्वास के साथ आप बोलेंगे तो आपको उसका उत्तर भी मिल जाएगा। നിങ്ങൾ അത് കിട്ടിയെന്ന് വിശ്വസിച്ചുകൊണ്ട് പറയണം, आप ऐसा सोचना है कि आपको उसका उत्तर मिल चुका है, എങ്കിൽ മാത്രമേ ദൈവം നമുക്ക് തരത്തുള്ളൂ. तभी परमेश्वर हमें देगा। ലാസ്റ്റത്തെ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. लास्ट बात बताना അപ്പൊ चाहूंगा, നോക്കുക, വിശ്വാസത്തോടെ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുന്നവരാകണം. विश्वास के साथ हम प्रार्थना करने वाले बने। അടുത്ത കാര്യം, കപട ഭക്തി നമുക്ക് വേണ്ട. कपट रूपी भक्ति हमें नहीं चाहिए। ലൂക്കോസിന്റെ സുവിശേഷം 18:9-14 വരെ നമ്മൾ വായിക്കുമ്പോൾ, 18 से 9 से आगे के वचनों को जब पढ़ते हैं, അവിടെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, वहाँ पढ़ते हैं तो ऐसा देखते हैं, രണ്ട് പ്രാർത്ഥനക്കാരെ യേശു കർത്താവ് പരിചയപ്പെടുത്തുക. 2 प्रार्थना करने वाले को यीशु संबोधित करके बताता എന്ന് है। പറഞ്ഞാൽ ഈ പരീശന്മാർ അവർ തങ്ങൾ തന്നെ ഭയങ്കര വിശുദ്ധന്മാരാണെന്ന് കാണിച്ചിരിക്കുമ്പോൾ फरीसी लोग आपस में ये प्रकट करते हैं वे पवित्र है। അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, 9-ാമത്തെ വാക്യം, തങ്ങൾ നീതിമാന്മാർ എന്ന് വിശ്വസിക്കുകയും മറ്റുള്ളവരെ നിന്ദിക്കുകയും ചെയ്യുന്ന ചിലരെ കുറിച്ച്
അവൻ ഇപ്രകാരം ഒരു ഉപമ പറയുക. उसने उनसे जो अपने ऊपर भरोसा रखते हैं कि हम धर्मी हैं, दूसरों को तुच्छ जानते हैं, ये दृष्टांत कहा. അവരോട് പറയാണ്, രണ്ട് ഉപമയാൽ പറയുന്നു. यहाँ दो दृष्टांत बताते രണ്ട് हैं. പ്രാർത്ഥനക്കാരെ മുൻപിൽ കൊണ്ടുവന്നു. दो प्रार्थना करने वाले को सामने लाए. ഒന്ന് പരീശനും एक फरीसी, രണ്ട് ചുങ്കക്കാരനും. दूसरी चुंगी लेने അവിടെ से എഴുതിയിരിക്കുന്ന कहता है. 11ാമത്തെ വാക്യം. वो खुद से कहता है. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, फरीसी खड़ा होकर अपने मन में തന്നോട് തന്നെ പറയുക. खुद से कहता है. ദൈവത്തിന് മുമ്പിൽ ദൈവത്തോടല്ല പറയുന്നേ, തന്നോട് തന്നെ പറയുന്നു. परमेश्वर के सामने खड़े होकर, परमेश्वर से नहीं, अपने मन से अपने आप से कहता है, ദൈവമേ, हे प्रभु, പിടിച്ചു പറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ തുടങ്ങിയ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ല. हे परमेश्वर, मैं तेरा धन्यवाद करता हूँ कि मैं दूसरे मनुष्य के समान अंधेर करने वाला, अन्यायी, व्यभिचारी नहीं और ना इस चुंगी लेने वाले के समान हूँ. ദൈവത്തിന്റെ മുമ്പിലായിരിക്കുന്നേ, पर सोचो प्रभु के सामने, പക്ഷെ ഇവനോട് തന്നെ പറയാ. पर वो खुद से कहता है, ഇങ്ങോട്ട് വിരൽ ചൂണ്ടിട്ട് പറയുന്നു, अपनी तरफ നീ उंगली करके, ചുങ്കക്കാരനെ പോലല്ല, मैं इस चुंगी लेने वाले के समान, പിടിച്ചു പറിക്കാരനെ പോലല്ല, मैं अंधेर करने वाले के समान नहीं, നീതി കെട്ടവരെ പോലല്ല. मैं अन्यायी नहीं. എന്നിട്ട് പറയാണ്, എല്ലാ ആഴ്ചയിലും ഞാൻ എന്ത് എഴുതും, 2 വട്ടം ഉപവസിക്കുന്നു. मैं सप्ताह में 2 बार उपवास रखता हूँ. ലഭിക്കുന്നതിലൊക്കെയും ഞാൻ എന്ത് ചെയ്യുന്നു, ദശാംശം കൊടുക്കുന്നു. मैं अपनी सब कमाई का 10वां अंश भी देता हूँ. ഇങ്ങനെ അവൻ പ്രാർത്ഥിച്ചു. इस तरह वो दुआ करता है. ഓർത്ത് നോക്ക്, തന്നോട് തന്നെ അല്ലെ യേശു കർത്താവ് പറഞ്ഞ, തന്നോട് തന്നെ പ്രാർത്ഥിക്കുക. यीशु मसीह ऐसे कहता है कि वो अपने आप से प्रार्थना പക്ഷെ करता है. അവന്റെ ചിന്ത അവൻ ദൈവത്തിന്റെ മുമ്പിലായിരിക്കുന്നതെന്ന്. वो सोचता है वो प्रभु के सामने, പക്ഷെ അവൻ തന്നോട് തന്നെയാ പറയുന്നത്, पर वो खुद से बातें ഞാൻ करता है. ചുങ്കക്കാരനെ പോലെ അല്ലായികയാൽ സ്തോത്രം, मैं चुंगी वाले के समान नहीं हूँ, ഞാൻ धन्यवाद. നീതി കെട്ടവൻ അല്ലാത്തതുകൊണ്ട് സ്തോത്രം. मैं अन्याय नहीं हूँ, इसलिए धन्यवाद. എടാ, ഇതൊന്നും അല്ല ദൈവം ചോദിക്കുന്നത്. पर प्रभु ये नहीं पूछता आपसे. ഇതാണ് കപടതയുടെ മുഖം എന്ന് वो പറയുന്നത്. उसके कपट रूपी एक നീ चेहरा നിന്നെ है. തന്നെ വെച്ച് ഉപമിക്കുകയാണ്. वो अपने आप का दृष्टांत देता ഇത് है. ദൈവം ആഗ്രഹിക്കുന്നില്ല. पर प्रभु ये नहीं चाहता है. എന്നിട്ട് അടുത്ത പ്രാർത്ഥനക്കാരനെ കുറിച്ച് പറയുന്നത്, फिर दूसरा प्रार्थना करने वाले व्यक्ति, ചുങ്കക്കാരനോ परंतु चुंगी लेने वाला ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കാൻ പോലും ശ്രമിക്കാതെ മാറത്തടിച്ചു. वहाँ पे लिखा है, परंतु चुंगी लेने वाले ने दूर खड़े होकर स्वर्ग की ओर आंखें उठाना भी ना चाहा, वरन अपनी छाती पीट पीट कर कहा, അവൻ പറയാ, പാപിയാ എന്നോട് ദൈവമേ ക്ഷമിക്കണേ, हे परमेश्वर, मुझ पापी पर दया നിന്റെ कर. അടുക്കൽ വരാൻ പോലും ഞാൻ യോഗ്യനല്ല. मैं आपके पास आने के योग्य नहीं, എന്നോട് നീ എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. मेरे पापों को क्षमा कर. യേശു കർത്താവ് അവരോട് പറയാണ്, तब यीशु मसीह उनसे कहता है, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. हे परमेश्वर, मुझ पापी पर दया ഇനി कर. 14ാമത്തെ വാക്യം, 14वां वचन, അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. परंतु यही मनुष्य धर्मी ठहराया जाकर अपने घर गया. മറ്റവൻ അങ്ങനെയല്ല, पर दूसरा वैसा തന്നെ नहीं है, താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. क्योंकि जो कोई अपने आप को बड़ा बनाएगा वह छोटा किया ദൈവമക്കൾ जाएगा. ശ്രദ്ധിച്ചോണം, നമ്മുടെ പ്രാർത്ഥനയിൽ കപടത വേണ്ട. इसलिए हमारी प्रार्थनाओं में कपटता नहीं ഈ होनी ഉപവാസ പ്രാർത്ഥനയിൽ കപടതയുടെ വേഷമുഖങ്ങൾ വലിച്ചു കളയണം. चाहिए. इसलिए अपने चेहरे पे जो कपट रूपी नकाब पहना उसे हटा देना है. ഞാൻ എല്ലാവരെക്കാളും, ഞാൻ പ്രാർത്ഥിക്കുന്നവൻ എല്ലാവരെക്കാളും എന്റെ അറിവ് കൂടിയവൻ, ഇതൊന്നും നിന്റെ ജീവിതത്തിൽ പരാജയമാണ്. मैं सबसे ज्यादा प्रार्थना करने वाला ज्ञानी हूँ, ऐसा सोचते तो हटा देना. നിനക്ക് അറിവുണ്ടോ? നല്ലതാ. आपको समझ है, अच्छी बात है. പ്രാർത്ഥിക്കുന്നുണ്ടോ? നല്ലതാ. प्रार्थना कर रहे अच्छी बात है. ഉപവസിക്കുന്നുണ്ടോ? നല്ലതാ. उपवास कर रहे अच्छी बात പക്ഷേ है. കപടതയുടെ പദങ്ങൾ ആധരത്തി വരല്, पर आपका जुबान में कपट रूपी बात ना आए, അകത്ത് ചിന്തിക്കപ്പെടല്, अंदर भी ना सोचे, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടില്ല. तो आपके प्रार्थना का उत्तर नहीं मिलेगा. പലതും ഇന്ന് പിടിക്കുന്ന ദൂരത്ത് മറുപടി നിപ്പുണ്ട്. कई उत्तर हमारे पास है पर दूर है. എത്തിപ്പിടിക്കാനൊക്കാതെ പല ചിന്തകളാ അകത്തിരിക്കുന്നത്. उसे पकड़ नहीं पाते क्योंकि बुराई हमारे अंदर है. കപടതയുടെ മുഖം മൂടിക്കൊണ്ട്, കപടതയുടെ വേഷം കെട്ടുകൊണ്ട് നീ മുൻപോട്ട് പോയാൽ ഈ പ്രാർത്ഥന നിനക്ക് ഉപകാരമായി മാറത്തില്ല. कपट रूपी नकाब पहनकर आप आगे बढ़ते हैं तो आपके लिए उपकारी नहीं होगा. കപടതയുടെ ചില വേഷങ്ങൾ അഴിച്ചു കളയണം. कपट रूपी नकाब को उतारना है, എങ്കിലേ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തുള്ളൂ. तभी हमारी प्रार्थना को परमेश्वर നമ്മുടെ सुनेगा. പ്രാർത്ഥനയ്ക്ക് മറുപടി തരണമെങ്കിൽ अगर हमारी प्रार्थना का उत्तर मिलना है, കപടമില്ലാത്തൊരു പ്രാർത്ഥന വേണം. आपके पास ऐसी एक प्रार्थना होनी है जिसमें എന്നിട്ട് അടുത്ത कपट ഒരു नहीं കാര്യം है. കൂടെ ദൈവമക്കളോട് ഞാൻ പറയാം. एक बात और बताना चाहता ഈ മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ അകത്ത് हूं. मत्ती 6 अध्याय में കർത്താവ് 5-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെ പറയുന്ന ഒരു കാര്യമുണ്ട്. 5 से 14 तक का वचन कहता അവിടെ കർത്താവ് പറയുന്നത്, है. वहाँ प्रभु कहता है, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ जब तुम प्रार्थना करो കപട ഭക്തിക്കാരെ പോലെ ആകരുത്. तो कपटियों के समान ना, അവർ മനുഷ്യർ കാണേണ്ടതിന്
क्योंकि लोगों को दिखाने के लिए പള്ളികളിലെ തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ അവർ ഇഷ്ടപ്പെടുന്നു. आराधनालयों में, सड़कों में के मोड़ों पर खड़े होकर प्रार्थना करने उनको अच्छा लगता है. അവർക്ക് മറുപടി കിട്ടി. उनको उत्तर मिल गया. ഉയരത്തിൽ നിന്നല്ല, ऊंचाई से नहीं, മനുഷ്യരിൽ നിന്നൊരു മറുപടി കിട്ടി. मनुष्यों से एक उत्तर मिल गया. കൊള്ളാം കേട്ടോ. अच्छा है. അവരുടെ പ്രാർത്ഥന കണ്ടോ? उनकी प्रार्थना देखो, അവർ എത്രമാത്രം റിസ്ക് എടുത്താ ചെയ്യുന്നത്. कितना प्रार्थना रिस्क लेके ഈ करते हैं. മനുഷ്യന്റെ അധരത്തിൽ നിന്ന് നിനക്ക് ഇങ്ങനെയുള്ള മറുപടി വേണ്ട. अगर मनुष्य के जुबान से ऐसा एक उत्तर आपको नहीं, മറിച്ച് ദൈവത്തിൽ നിന്ന് മറുപടി വേണം. परंतु परमेश्वर से एक उत्तर मिलना है. ദൈവത്തിൽ നിന്ന് മറുപടി ലഭിക്കപ്പെടണമെങ്കിൽ अगर परमेश्वर से एक उत्तर प्राप्त होना है, നിന്റെ കപടത മാറ്റണമെന്നാ യേശു പറഞ്ഞത്. आपके कपट रूपी एक स्वभाव को हटाना എന്നിട്ട് बोले. പ്രാർത്ഥിക്കേണ്ട രീതിയും കർത്താവ് പറഞ്ഞു കൊടുത്തു. इसलिए प्रार्थना करने का तरीका खुदा ने ഞാൻ बताया. ദൈവമക്കളോട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവാ. मैं समाप्त करना എന്താ चाहूंगा. നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയാമോ? क्या हमें करना നമ്മുടെ है? പ്രാർത്ഥനയുടെ റൂട്ട് നമ്മളൊന്ന് മനസ്സിലാക്കണം. हमारी प्रार्थना का रूट समझना ഞാൻ है. എങ്ങനെ പ്രാർത്ഥിച്ചാലാ മറുപടി कैसे കിട്ടുന്നത്? मैं प्रार्थना करूं उत्तर मिले. കപടതയോടെ ഞാൻ പ്രാർത്ഥിച്ച മറുപടി കിട്ടുമോ? अगर मैं कपटियों के समान प्रार्थना ദൈവം करूंगा പറയും तो മറുപടി കിട്ടത്തില്ല. प्रभु से उत्तर नहीं. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, आप सोच कर देखिए, എന്റെ പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ട് മറുപടി क्यों ലഭിക്കപ്പെടുന്നില്ല? मेरी प्रार्थनाओं का उत्तर नहीं मिलता. ഒന്ന്, ദൈവത്തിന്റെ വചനം കേൾക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട്, एक तो प्रभु का वचन सुनने के लिए मन नहीं, ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കാൻ എനിക്ക് ഇഷ്ടമല്ല, और परमेश्वर की व्यवस्था का पालन करने का എനിക്കത് मन नहीं, അനുസരിക്കാൻ താല്പര്യമില്ല. उसका आज्ञा पालन करने का मन അതുകൊണ്ട് नहीं, പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. इसलिए प्रार्थना का उत्तर नहीं है. രണ്ടാമത് കർത്താവ് നമ്മളോട് പറയുന്നത്, दूसरा खुदा हमसे कहता है, നിങ്ങളുടെ ഹൃദയത്തിലെ അകൃത്യങ്ങളാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി तुम्हारे തരാത്തത്. हृदय के धर्म के वजह से तुम्हें प्रार्थना का उत्तर नहीं मिलता. നിങ്ങൾ ചെയ്യുന്ന ചില പാപങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയെ തടയുന്നു. तुम्हारे कुछ पापों के कारण तुम्हारे प्रार्थनाएं रुक जाती है. ആ പ്രാർത്ഥന മുകളിലേക്ക് പൊങ്ങുന്നില്ല. ये प्रार्थना ऊंचाइयों में नहीं जा पा रही. കാരണം അകൃത്യം അകത്ത് കരുതിക്കൊണ്ടുള്ള പ്രാർത്ഥനകളിൽ ദൈവത്തെ നിങ്ങൾ നിന്ന് അകറ്റി നിർത്തുക. अगर आपके अंदर पाप रखे हैं तो आप परमेश्वर से दूर होते जा रहे हैं. മൂന്നാമത് ദൈവം നമ്മളോട് പറഞ്ഞത്, तीसरा खुदा कहता है, നിങ്ങളുടെ അവിശ്വാസമാണ്. तीसरा तुम्हारे अविश्वास के അതുകൊണ്ട് कारण. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. इसलिए विश्वास से प्रार्थना നാലാമത് ദൈവം പറഞ്ഞത്, करें. चौथा प्रभु कहता है, കപടതയുടെ വേഷത്തെ അഴിച്ചു കളയണം. कपटियों के समान प्रार्थना ना മനുഷ്യന് വിളങ്ങാൻ വേണ്ടിയല്ല, करें. मनुष्य को दिखाने के लिए नहीं है. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ മുമ്പിൽ ഇരുന്ന് നമ്മുടെ സങ്കടങ്ങളെ പറയാൻ കഴിയണം. स्वर्गीय परमेश्वर के सामने हमारे दुखों को प्रकट करना है. അങ്ങനെ നാം പ്രാർത്ഥിക്കുന്നവരായി മാറുമ്പോൾ ऐसे हम प्रार्थना करने वाले बने. ഒരു പ്രാർത്ഥനയും ഉലകത്തിൽ ആരും തടയത്തില്ല. हमारी प्रार्थनाओं को संसार नहीं रोक पाएगा. മറുപടികൾ നമുക്ക് വേണ്ടി തുറന്നുകൊണ്ടേയിരിക്കും. उत्तर हमें मिलता ही जाएगा. വിടുതലുകൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. छुटकारा हमें आता ही जाएगा. നിന്റെ കുടുംബത്തിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം हमारे വരും. परिवार में बदलाव आएंगे. തലമുറയുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരും. बच्चे के जीवन में बदलाव ജോലി आएंगे. ലഭിക്കപ്പെടേണ്ട നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്. काम मिलने के लिए हमारे അവർക്ക് बच्चे, വേണ്ടി ദൈവം വഴികളെ തുറക്കും. उनके लिए रास्ते खुदे खोलेंगे. ഭാവി നന്നായി നടക്കേണ്ടവരുണ്ട്. हमारे भविष्य अच्छा होने വിവാഹ वाले, പ്രായമായവരുണ്ട്. विवाह होने वाले बच्चे, അവർക്ക് വേണ്ടി വഴികൾ ദൈവം തുറക്കും. उनके लिए खुदा रास्ता खोलेगा. അവ കിടക്കുന്ന രോഗികളുണ്ട്. बिछोने में सोने वाले ആമേ രോഗം വിട്ടവരെ ദൈവം എഴുന്നേൽപ്പിക്കും. चंगाई देकर खुदा उन्हें खड़ा करेगा. ആമേ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. परमेश्वर से असंभव कुछ नहीं. പ്രാർത്ഥിക്കുന്ന നിനക്കും അസാധ്യമായിട്ടൊന്നുമില്ല. प्रार्थना करने वाले आपसे भी असंभव कुछ नहीं. പ്രാർത്ഥിക്കുന്ന നമുക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. प्रार्थना करने वाले हम जो है हमसे असंभव कुछ നമ്മളിലൂടെ नहीं. വിടുതലുകൾ സംഭവിക്കും. हमारे द्वारा छुटकारे होंगे. ഓ, ഇന്ന് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചു अपने आप को खुदा के सानिध्य में ദൈവ समर्पण പ്രവൃത്തി करें. വെളിപ്പെടട്ടെ. परमेश्वर का कार्य प्रकट हो. ദൈവവചനത്തിലേക്ക് നമ്മളെ प्रभु താഴ്ത്തി के കൊടുക്കും. वचन की ओर हो.